പുസ്തക പ്രകാശനം നടത്തി. മന്മഥൻ നായർ മൈനാഗപ്പള്ളി രചിച്ച 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. മൈനാഗപ്പള്ളി കടപ്പ ശ്രീരുദ്രം സംഗീത സഭയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശനം നടന്നത്. മന്മഥൻ നായർ മൈനാഗപ്പള്ളി രചിച്ച ശ്രീമദ് ഭഗവത്ഗീതാ മഞ്ജരി, മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ശ്രീരുദ്രം സംഗീത സഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകാശനം. മൈനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവൂർ കുഞ്ഞുമോൻ MLA പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കവി ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. V പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആത്മീയ തലത്തിൽ പുറത്തു നിൽക്കുന്നവരുമെല്ലാം ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം ശ്രമിച്ചിട്ടുണ്ട്. ആദിശങ്കരൻ തന്നെ ഭഗവത്ഗീതയിൽ വലിയ വ്യാഖ്യാനം നടത്തിയ ആളാണ്. ഒരുപക്ഷെ കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിക്ക് സാധ്യതയില്ലായിരുന്ന ഇന്ത്യയിൽ മഹാത്മജിയേക്കാൾ മുമ്പിൽ നിന്ന നമ്മുടെ രാഷ്ട്രപതിയായി മാറേണ്ടിയിരുന്ന ആളാണ് ബാലഗംഗാധര തിലകൻ. അദ്ദേഹം മരണമടഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയും ഗാന്ധിജിക്ക് ആ ചുമതലയേറ്റ് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്തു. ആ ബാലഗംഗാധര തിലകന്റെ മനോഹരമായ ഗീതാവ്യാഖ്യാനം ഇപ്പോഴും നമ്മുടെ സാഹിത്യ ലോകത്ത് സുലഭമാണ്. അതുപോലെ കേരളത്തിൽ ഭഗവത്ഗീതയെക്കുറിച്ച് സുമാരണിയോട് നിരന്തരമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.